ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള അരിസി പരിപ്പ് സാദം, അതായത് അരിയും തോരപ്പരിപ്പും കൂടെ ചേർന്നിട്ട് കുറച്ച് സ്പൈസസും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു വെറൈറ്റി റൈസാണ്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതേപോലെ തന്നെ ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടെയാണ്. സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കണും വരും, അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അരി പരിപ്പ് സാദത്തിന് ഏതാണോ കഴിക്കണ അരി, ആ അരിയും പിന്നെ തോരപ്പരിപ്പും ഇതൊരു 15 മിനിറ്റ് നല്ല വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. നന്നായിട്ട് കഴുകി നല്ല വെള്ളം ഒഴിച്ചു വെച്ചാണത്. ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതും കടുകിടാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം ജീരകം, വളരെ കുറച്ച് ഉലുവ, കരിയാൻ പാടില്ല ഉലുവ, അതിനുശേഷം ചെറിയുള്ളി, പച്ചമുളക്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ഉപയോഗിക്കാം, പക്ഷേ ചെറിയുള്ളി ഇട്ടാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് വഴണ്ട് വരണം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചാണ്. ഇത് ഓപ്ഷണലാട്ടോ. പിന്നെ വേണ്ടത് തക്കാളി. ഓതൻറ്റിക്കായി ചെയ്യണ അരി പരിപ്പ് സാദത്തിൽ തക്കാളിയും വെളുത്തുള്ളി ഇടില്ല. അതിന് പകരമായിട്ട് അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, അത് ചെറിയ പല്ലായിട്ട് മുറിച്ചിട്ടിട്ട് വഴറ്റുകയാണ് ചെയ്യുക. പക്ഷേ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ഒരു വെളുത്തുള്ളിയും തക്കാളിയും ചേർത്തത്. തേങ്ങ ചേർക്കണില്ല. തക്കാളി കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. 1-2 ചെറുത് മതിയാവും. പിന്നെ ഇതിലേക്ക് കറിവേപ്പില, ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് വരും. മൈൽഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി റൈസാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള വല്ല ഗ്രേവി കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കറിയൊന്നും ഇല്ലാതെ വെറും പപ്പടവും അച്ചാറും ഉണ്ടെങ്കിൽ തന്നെ മതിയാവും. രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടെയാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മുളക് പൊടി. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഈ മുളക് പൊടിക്ക് പകരം കുറച്ചധികം പച്ചമുളക് ഇട്ടിട്ടും ഉണ്ടാക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിയും പരിപ്പും നമ്മൾ കുതിർക്കാൻ വെച്ചില്ലേ, അതിട്ട് കൊടുക്കണം. എപ്പോഴും അരി 1 കപ്പാണെങ്കിൽ 1/4 കപ്പ് തോരപ്പരിപ്പ് ഇതിനെടുക്കാൻ പാടുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കണം. അതാണ് അതിൻ്റെ കണക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ കുറച്ചല്ലേ ഉപ്പിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 3 വിസിൽ വരണ വരെ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിരിക്കട്ടെ. പ്രഷർ പോയോ നോക്കാം. പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. കണ്ടില്ലേ ടെക്സ്ചറൊക്കെ? കുറച്ച് കുഴഞ്ഞിട്ടാണ് കേട്ടോ ഈ റൈസ് ഇരിക്കുക. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് നെയ്യ്. ഈ റൈസ് ചൂടോടെ തന്നെ സെർവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ അരിസിപ്പരിപ്പ് സാദം ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ മക്കളുടെ ഫേവറേറ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവണ ഒന്നാണത്. കാരണം അധികം എരിവൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.